56 വയസ്സ് ഞങ്ങളുടെ സർവീസ് പ്രായം 60 വയസ്സാണ് ഞങ്ങളുടെ ഓർഡർ തന്നിരിക്കുന്നത്. അത് 56 ബോർഡിൻ്റെ പെൻഷൻ പ്രായം 56 വയസ്സാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ പിരിച്ചു വിട്ടപ്പം ഹൈക്കോടതി ഓർഡറുണ്ട്, ഗവൺമെൻറ് ഓർഡറുണ്ട്, സുപ്രീം കോടതി ഓർഡറുണ്ട്. മുഴുവൻ നമ്മുടെ ബോർഡിൻ്റെ പെൻഷൻ പ്രായം അഥവാ 56 വയസ്സാണെങ്കിൽ ജീവനക്കാരുടെ മുഴുവൻ ആനുകൂല്യം കൊടുത്ത് പിരിച്ചുവിടാനാണ് ഓർഡർ. അങ്ങനെ കേസ് ഫയൽ ചെയ്തു. ഗവൺമെൻറ്റിനെ കൊണ്ട് ഇവർ 56 എന്നുള്ളത് നിജപ്പെടുത്തിയെടുത്തു ഓർഡർ. അതിൻ പ്രകാരം ജൂലൈ മാസം 30-ാം തീയതി വീണ്ടും ഞങ്ങൾ ഔട്ടായി, ജോലിയില്ലാതെയായി. അപ്പോൾ അതിനുശേഷം കിട്ടുന്ന യാതൊരുവിധ ആനുകൂല്യങ്ങളും ബോർഡിൽ നിന്ന് ഞങ്ങൾക്ക് തന്നിട്ടില്ല. കഴിഞ്ഞ നവംബർ മാസം 3-ാം തീയതി ഇവിടെ പറഞ്ഞപ്പോൾ പറഞ്ഞു 15 ദിവസത്തിനകം നിങ്ങളുടെ ഗ്രാറ്റുവിറ്റി തരുമെന്ന് പറയുന്നു. ഇതുവരെ യാതൊരു അനക്കൊന്നില്ല. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡിൽ രാവിലെ മുതൽ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. അതായത് ഈ ബോർഡിൻ്റെ തന്നെ ജീവനക്കാരായിരുന്ന, ഈ ബോർഡിന് കീഴിൽ തന്നെ ജോലി ചെയ്തിരുന്ന കുറേ ആളുകളാണ് രാവിലെ മുതൽ പ്രതിഷേധം നടത്തുന്നത്. അവർ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ വലിയ പ്രതിഷേധം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഈ സൂപ്പർ ന്യൂമറി തസ്തിക പ്രകാരം നിയമിക്കപ്പെട്ട ആളുകളാണ്. പക്ഷേ അവർക്ക് ഹൈക്കോടതി ഉത്തരവ് അല്ലെങ്കിൽ സർക്കാർ ഉത്തരവിനെയൊക്കെ മറികടന്നുകൊണ്ട് അവരെ നേരത്തെ പിരിച്ചുവിടുന്നു. ഒപ്പം തന്നെ അവരുടെ ആനുകൂല്യങ്ങളൊന്നും അവർക്ക് കൃത്യമായി ലഭിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അവർ രാവിലെ മുതൽ ഇവിടെ പ്രതിഷേധം നടത്തുന്നത്. അപ്പോൾ രാവിലെ മുതൽ ഇവിടെ പ്രതിഷേധം നടത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം? 56 വയസ്സ് ഞങ്ങളുടെ സർവീസ് പ്രായം 60 വയസ്സാണ് ഞങ്ങളുടെ ഓർഡർ തന്നിരിക്കുന്നത്. അത് 56 ബോർഡിൻ്റെ പെൻഷൻ പ്രായം 56 വയസ്സാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ പിരിച്ചു വിട്ടപ്പം ഹൈക്കോടതി ഓർഡറുണ്ട്, ഗവൺമെൻറ് ഓർഡറുണ്ട്, സുപ്രീം കോടതി ഓർഡറുണ്ട്. മുഴുവൻ നമ്മുടെ ബോർഡിൻ്റെ പെൻഷൻ പ്രായം അഥവാ 56 വയസ്സാണെങ്കിൽ ജീവനക്കാരുടെ മുഴുവൻ ആനുകൂല്യം കൊടുത്ത് പിരിച്ചുവിടാനാണ് ഓർഡർ. അങ്ങനെ കേസ് ഫയൽ ചെയ്തു. ഗവൺമെൻറ്റിനെ കൊണ്ട് ഇവർ 56 എന്നുള്ളത് നിജപ്പെടുത്തിയെടുത്തു ഓർഡർ. അതിൻ പ്രകാരം ജൂലൈ മാസം 30-ാം തീയതി വീണ്ടും ഞങ്ങൾ ഔട്ടായി, ജോലിയില്ലാതെയായി. അപ്പോൾ അതിനുശേഷം കിട്ടുന്ന യാതൊരുവിധ ആനുകൂല്യങ്ങളും ബോർഡിൽ നിന്ന് ഞങ്ങൾക്ക് തന്നിട്ടില്ല. കഴിഞ്ഞ നവംബർ മാസം 3-ാം തീയതി ഇവിടെ പറഞ്ഞപ്പോൾ പറഞ്ഞു 15 ദിവസത്തിനകം നിങ്ങളുടെ ഗ്രാറ്റുവിറ്റി തരുമെന്ന് പറയുന്നു. ഇതുവരെ യാതൊരു അനക്കൊന്നില്ല. അതിനെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധിക്കാനോട് വന്നതും. ഒന്നിലെ ചെക്ക് തരിക, അല്ലെങ്കിൽ ഞങ്ങൾ നാളെ മുതൽ തിരിച്ച് ജോലിയിൽ പ്രവേശിപ്പിക്കുക. ഇതാണ് ഞങ്ങളുടെ. നിങ്ങൾ എത്ര പേരാണ് ഇവിടെ പ്രതിഷേധം നടത്തുന്നത്? ഇപ്പോൾ 23 പേരുടെ ഉണ്ട്. സർവീസിൽ വെക്കുന്നത് ബാധകമാണ്, സർവീസിലുള്ളവർക്കും ഇത് ബാധകമാണ്. പക്ഷേ ഞങ്ങളുടെ ഗതികേടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ ഒരു 6.5 മാസമായി ഞങ്ങൾ ഇത്ര മരം വിട്ട് ഒരു കൂലിപ്പണിക്ക് എന്ന് കഴിഞ്ഞാൽ അവർ പറയും ചേട്ടാ 2 ദിവസത്തേക്ക് പണിയില്ല ചേട്ടാ, നാളെ വരണ്ട. ഇതങ്ങനെ ഞങ്ങൾ ചോറും പൊതിയും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പണിയില്ല, നിങ്ങൾ രാവിലെ പോയിക്കും. ഒരു നോട്ടീസ് പോലും തരാതെ കണ്ട് ഒരു വിലയും കൽപ്പിക്കാണ്ട് പെട്ടെന്ന് പിരിച്ചു കിട്ടുന്ന ഒരു സുപ്രഭാതത്തിൽ നാളെ തൊട്ട് നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ഈ രാവിലെ മുതൽ ഇവിടെ വന്ന് പ്രതിഷേധം നടത്തുന്നുണ്ട്. ഇവരെന്താണ് ഒരു മറുപടിയും പറയുന്നില്ല. എന്നും പറയണത് സർക്കാരിലേക്ക് ഞങ്ങൾ ഇതിന്റെ ക്ലാരിഫിക്കേഷൻ വിട്ടേന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് ഞങ്ങൾക്ക് ഒരു നടപടി ഇതുവരെ ഒരു ലെറ്റർ പോലും ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഞങ്ങൾ രാവിലെ 11 മണിക്ക് തുടങ്ങിയതാണ്. ഇതുവരെ ഞങ്ങൾക്ക് ഒരു ലെറ്റർ പോലും ഇതുവരെ തന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിയമ നടപടികളിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഞങ്ങൾ നിയമ നടപടിയിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അല്ല, ജീവിക്കാൻ മാർഗ്ഗമില്ല. എല്ലാവരും ലോണും പ്രത്യേക പരിഗണന അർഹിക്കുന്ന ആളുകളാണ്. പക്ഷേ അവരോട് ഇത്തരത്തിലുള്ള വലിയ വിവേചനം അല്ലെങ്കിൽ വലിയ ഒരു അനീതിയാണ് അവർ ഇവിടെ നേരിടുന്നത്. പ്രത്യേകിച്ച് ഹൈക്കോടതിയും സർക്കാരും ഉത്തരവിട്ട ഒരു കേസ് കൂടിയാണ്. പക്ഷേ അപ്പോഴും അത് അംഗീകരിച്ചു കൊടുക്കാൻ ഈ ബോർഡിലുള്ളവർ തയ്യാറാകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. രാഹുൽ ബിജുവിനൊപ്പം നിതിൻ സേവ്യർ, മീഡിയ 1 കൊച്ചി.